എന്തിനടി ഇങ്ങോട്ട് വന്നത്? എടാ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി. നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടാ? അറിഞ്ഞൂടാ. അറിഞ്ഞൂടെന്നോ? ഇങ്ങോട്ട് വാടി. എന്താടാ? കണ്ണാ അങ്ങോട്ടേ അങ്ങോട്ടേ. എടാ നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഇല്ലടി, എന്നെ നിന്നെ അഭിധത്തിന് പൊക്കിയിട്ട് ഞാൻ ഇവിടെ നിന്നിരുത്തി സൽക്കരിക്കാം. അവാർഡാണല്ലോ കിട്ടിയത്. എടാ നീ ടെൻഷൻ ആവാതെ. എന്നാ ഞാൻ ഇവിടുന്ന് ആച്ചിക്കീറാത്ത് കളിച്ചാ മതിയാ. മോട്ടിവേഷൻ ആയിട്ട് വന്നേക്കാ. നിന്റെ മുൻപ് എന്താ പറഞ്ഞു? അഭിനന്ദിച്ച് വിളിച്ച്, തന്തയ്ക്ക് വിളിച്ച്, തള്ളയ്ക്ക് പറയുന്നതിന് മുമ്പ് പാവം ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പ്രേമിച്ചപ്പോഴും നീ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. എല്ലാം നിർത്തി ഞാൻ പുതിയൊരു ജീവിതമായിട്ട് മുമ്പോട്ട് പോയതല്ലേ, പിന്നെ എന്തിനാ എന്നെ ഉപദ്രവിക്കണേ? എടാ ഞാൻ അറിഞ്ഞില്ലടാ അയാൾ നമ്മുടെ ഫോട്ടോയും വെച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കൂന്ന്. എടാ നീ ഇവിടെ വന്നൊന്ന് ഇരിക്കും, ഞാൻ എല്ലാം പറയാം. മൂട്ടി തീട്ടാണോ ഇരിക്കാൻ പറയണേ? എന്നാ നീ കേക്കണ്ട. പറ 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 കേക്കട്ടെ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ ആ വീട്ടിലോട്ട് പോയിട്ടില്ല. പിന്നെ എവിടെ പോയി? എന്റെ വീട്ടിലായിരുന്നു. രാത്രിയാകുമ്പോ അയാള് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും എല്ലാ ദിവസവും. ആ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നു. അപ്പോഴും എനിക്കൊരു പണി കിട്ടി. നിനക്ക് മാത്രമല്ല, നിനക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എടാ അതല്ലടാ, എനിക്ക് ജോലി കിട്ടി ബാംഗ്ലൂര്. എന്നാ പിന്നെ അങ്ങ് പൊക്കൂടായിരുന്നോ? എടാ അതിനെ അയാൾ സമ്മതിക്കണ്ടേ? ഞാൻ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു. അപ്പോഴയാൾ ഈ വാർത്ത അടിച്ചിറക്കിയത്. ഇപ്പൊ നമ്മള് രണ്ടുപേരും കൊല്ലൊന്നും പറഞ്ഞ് നടക്കുവാ. കൊല്ലാനോ? എനിക്കത് പറയാൻ പോലും പറ്റില്ല. പിന്നെ അയാൾ എങ്ങനെ അത് ചെയ്യണേ? അയാൾക്കത് പറ്റും. മുട്ടയോണ്ട് ശിക്ഷയും കിട്ടൂല.